എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഈ ഉമ്മത്തിങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനമാണ് ആമീൻ പറയുക എന്നുള്ളത്. ആമീനിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാനിട്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ആമീൻ പറയുക എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നമസ്കാരത്തിലാണെങ്കിലും മറ്റു മജ്ലിസിലാണെങ്കിലും ദുആഇന്റെ സദസ്സിലാണെങ്കിലും നമ്മളൊക്കെ ആമീൻ പറയാറുണ്ട്. എന്നാൽ പലർക്കും ഈ ആമീന്റെ മഹത്വം അറിയൂല. അവർക്കിതിന്റെ മഹത്വം അറിയൂല. അവർ ആമീൻ വെറുതെ ആമീൻ 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 എന്ന് പറയാന്നല്ലാതെ എന്താ ഇതിന്റെയൊക്കെ മഹത്വം? ആമീൻ പറഞ്ഞാൽ എന്താ? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടുന്ന് പറയുകയാണ്, മാ ഹസ്സൻതുകും യഹൂദു മാ ഹസ്സൻതുകും യഹൂദു മാ ഹസ്സൻതും അലൽ തഅമീനിസ് സലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്, മാ ഹസ്സൻതുകും യഹൂദു മാ ഹസ്സൻതുകും അലാ തഅമീനിസ് സലാം. യഹൂദികൾക്ക് മുസ്ലിങ്ങളോട് രണ്ട് കാര്യത്തിലാണ് ദേഷ്യമുള്ളത്. യഹൂദികൾക്ക് മുസ്ലിങ്ങളോട് രണ്ട് കാര്യത്തിന്മേലാണ് അവർക്ക് ദേഷ്യമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബാ, യഹൂദികൾക്ക് മുസ്ലിങ്ങളോട് രണ്ട് കാര്യത്തിന്മേലാണ് ദേഷ്യമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ പറയുകയാണ്, നബിയേ, ആ രണ്ട് കാര്യം എന്താ നബിയേ? ആ രണ്ട് കാര്യം എന്താ നബിയേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബാക്കൾ ചോദിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടുന്ന് പറയുകയാണ്, ഒന്നാമതായി പറയുന്നത് ആമീൻ പറയുക എന്നുള്ളതാണ്. ആമീൻ പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൽ ആമീൻ പറയാറുണ്ട്. ഈ ആമീൻ പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. രണ്ടാമതായി പറയുന്നത് സലാം പറയുക എന്നുള്ളതാണ്. ഈ സലാം പറയുന്നതും അവർക്ക് ഇഷ്ടമില്ല. എന്തതിന്റെയൊക്കെ കാരണം? അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാ? അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവർക്ക് ഇതിന്റെ അർത്ഥം അറിയുന്നത് കൊണ്ടാ. ഇതിന്റെ അർത്ഥം അറിയുന്നത് കൊണ്ടാ. എന്ത് ആമീന്റെ അർത്ഥം? ഇജാബത്ത് നൽകട്ടെ, ഉത്തരം നൽകട്ടെ എന്നതല്ലേ? അപ്പോ ഈ ഉത്തരം നൽകട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ ദുആ ചെയ്തു, മറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തു എന്നതാണ് മഹാന്മാരെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരാൾ ദുആ ചെയ്തു, മറ്റൊരാൾ ആമീൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ ദുആയിൽ പങ്കെടുത്തുമെന്നാണ് മഹാന്മാര് പറഞ്ഞത്. ഒരിക്കൽ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിക്കെതിരെ ദുആ ചെയ്യുകയാണ്. അവിടുന്ന് അല്ലാഹുവോട് പറയുന്നു, എന്റെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി എനിക്കൊരു ഒരാളെ തരണം അല്ലാ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരനായ ഹാറൂൻ നബി അല്ലാഹു കൊടുക്കുകയാണ്. ഹാറൂൻ നബി അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ഹാറൂൻ നബി അതാ ആമീൻ പറയുകയാണ്. അങ്ങനെ ദുആ ചെയ്തു, ആമീൻ പറഞ്ഞപ്പോൾ ഖദ് ഉജീബ ദഅവതുകുമാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹു അതാ പറയുകയാണ്, ഖദ് ഉജീബ ദഅവതുകുമാ, മൂസ നബിയേ,
നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുആ ചെയ്യുമ്പോൾ, ഒരാൾ ദുആ ചെയ്യുമ്പോൾ മറ്റൊരാൾ ആമീൻ പറയണം. ഈ ആമീൻ പറയുക എന്നുള്ളത് അതൊരു സഹായമാണ്. അതൊരു വലിയൊരു സഹായമാണ് ഈ ആമീൻ പറയുക എന്നുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സഹായമുണ്ടല്ലോ, ആ ഒരു സഹായമാണ് ഈ ആമീൻ പറയുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നമ്മുടെ മനസ്സുള്ള മുറാദുകൾ നമ്മൾ അള്ളാഹുവിനോട് പറയാതെ തന്നെ അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആമീൻ പറയും. ഏത് സദസ്സിൽ പോയാലും, ഏത് മജ്‌ലിസിൽ പോയാലും ആമീൻ പറയുമ്പോൾ അത് നല്ല ആമീൻ പറയണം. ആമീൻ എന്ന വാക്ക് നിങ്ങൾ നൂനാണ് അവസാനം ഉച്ചരിക്കേണ്ടത്. പല ആളുകളും മീമ് കൊണ്ട് അവസാനിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ശരിയാവുന്നതല്ല. നൂന് കൊണ്ട് ആമീൻ തന്നെ പറയണം. ആമീൻ ആയി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.